ഹായ് ഗായ്സ്, അങ്ങനെ റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് പോവാം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ആ ഒരു ദിവസം എൻ്റർടൈൻമെൻ്റ് ആക്കുകയും ചെയ്യാം. അങ്ങനെ പുറത്തോട്ട് പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. മഴ തോരാൻ വേണ്ടി കുറേ സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത്, എന്നിട്ട് ഒരു രക്ഷയും കണ്ടില്ല. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ കുത്തി നിന്ന് ഞങ്ങൾ. എന്നിട്ട് നമ്മൾ നേരെ ചെന്നത് എവിടാന്നറിയോ? നമ്മുടെ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ 2-3 ചേട്ടന്മാർ ബോട്ടിങ്ങിന് വേണ്ടി ഞങ്ങളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നൊരു ഡൗട്ട്, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ? അങ്ങനെ രാജു പറഞ്ഞാൽ നമുക്ക് നേരെ ഇടത്തോട്ട് തന്നെ പോയാലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. വല്ലാത്ത ദുർഗന്ധമുണ്ട്, കൊച്ചിയല്ലയോ. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ കാണാൻ ഞങ്ങളുടെ വലത് സൈഡിൽ ഒരു മദാമയും ഒരു സായിപ്പും കൂടി ഇങ്ങനെ ഇരുന്ന് കിന്നാരം പറയുക. ഈ വാട എടുക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് കിന്നാരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇവരെ കൊണ്ട് പറ്റുന്നുള്ളതെന്ന് സാധിച്ച് ഞങ്ങളിങ്ങനെ ചിന്തിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാം. അങ്ങനെ ഇടത്ത് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഞങ്ങളവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്, പക്ഷെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു അവിടെ. അതും രാവിലെ ആയതുകൊണ്ട് തിരക്കും കുറവായിരുന്നു. ചായ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ സമയമായി. അവിടെ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ചായ കിട്ടിയില്ല. സമയം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അവസാനം ചായ വന്നു. ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വെളിയോട്ടിറങ്ങി. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. നമ്മുടെ CID മൂസയിലെ ആ പാട്ടെടുത്ത സ്ഥലം ഓർമ്മയുണ്ട് എല്ലാവർക്കും? അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സെൽഫി ഫോട്ടോസൊക്കെ എടുത്താലോ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് കുറച്ച് നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, കപ്പലൊക്കെ പോകുന്ന ബോട്ടൊക്കെ ഇങ്ങനെ പോകണം ഇങ്ങനെ കണ്ട്. തിരക്ക് അന്നേരം കൂടി വരുമായിരുന്നു ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞപ്പം ചുറ്റിനൊക്കെ ആൾക്കാരൊക്കെ വന്ന് സെൽഫിയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നു. അങ്ങനെ പെതിയെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് മാറി വേറൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ആകുമ്പോൾ ഇച്ചിരി തണലൊക്കെ ഉണ്ട്. കുറേ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരുന്ന് സമയം പോട്ടെ. അങ്ങനെ സമയമൊന്നും പോയില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവനോട് സംസാരിച്ച്, പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റ് നടന്ന്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാഴ്ചകൾ, സ്ഥിരം കാണുന്ന കാഴ്ചകൾ കണ്ട് പിന്നെ ബോറായി. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന സമയം അങ്ങ് പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് മയങ്ങി എണ്ണിച്ചപ്പോൾ അവൻ ആരോട് സംസാരിക്കുന്ന കേട്ടോണ്ടാണ് ഞാൻ ഉണരുന്നത്. പിന്നെന്തോ ഇത് കുറച്ച് നേരം അതുവഴി ഞാൻ നടന്ന് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറത്ത് വശത്ത് പോയായിരുന്നു. അപ്പുറത്ത് വശത്ത് വലിയ തിരക്കില്ലായിരുന്നു. സ്ഥിരം കാണുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടത്. എന്താണെന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിൽ പോകുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം, അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കുടയും പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ദൗത്യം ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്താമെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതൊന്നും അല്ല, എന്നാലും ഒരു രസം തോന്നിയപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടെന്നേ ഉള്ളൂ. ലൈക്കും ഷെയറും സബും അടിച്ചു കഴിഞ്ഞാൽ ഇനിയും നല്ല കണ്ടന്റ് ഞാൻ ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.